വർഷം നീണ്ട മടുത്ത ഭരണം മാറി കോൺഗ്രസ് സർക്കാർ നാളെ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളം ഭദ്രമാക്കാൻ സതീശനൊപ്പം ആരൊക്കെ? ഇതാണ് കേരളത്തിന്റെ മുഴുവൻ ചോദ്യം. അതിനുള്ള ഉത്തരത്തിന് ഏകദേശ ധാരണ ആയിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ UDF സർക്കാരിലെ മന്ത്രിമാരെ സംബന്ധിച്ച് ഏകദേശ ധാരണയായി. കോൺഗ്രസ് നേതാക്കൾ പലവട്ടം നടത്തിയ കൂടിയാലോചനയും ഘടകകക്ഷി നേതാക്കളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളുമാണ് ശനിയാഴ്ച മുഴുവൻ സംഭവിച്ചത്. ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഒറ്റ അംഗമുള്ള 3 കക്ഷികളിൽ CMP നേതാവ് CP ജോണിന് 5 വർഷ മന്ത്രിസ്ഥാനം ലഭിക്കും. കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് അനൂപ് ജേക്കബ്, KDP നേതാവ് മാണി C കാപ്പൻ എന്നിവർ മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കും. ടേം വ്യവസ്ഥയിൽ കാപ്പൻ തൃപ്തനല്ല എന്ന സൂചനകളുമുണ്ട്. സതീശന്റെ 2 തവണത്തെ സന്ദർശനത്തിലും വേണുഗോപാലിന്റെ സംസാരത്തിലും കഴിഞ്ഞ ആഭ്യന്തര വകുപ്പ് തന്നെ നൽകി ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക ഞായറാഴ്ച രാവിലെ ദേശീയ നേതൃത്വത്തിന് കൈമാറും എന്നറിയുന്നു. AICC അനുമതിയോടെയാണ് പ്രഖ്യാപിക്കുക. മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും പേരുകൾ ഞായറാഴ്ച ഉച്ചയോടെ ഗവർണർക്ക് കൈമാറും. തിങ്കളാഴ്ച മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ചാണ് സത്യപ്രതിജ്ഞ. കോൺഗ്രസിന് മുഖ്യമന്ത്രിയും 12 മന്ത്രിമാരും സ്പീക്കറും ചീഫ് വിപ്പും രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവർ മന്ത്രിമാരാകും. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനങ്ങളും MK മുനീറിന് നൽകാൻ കഴിയുന്ന ഏതെങ്കിലും പദവിയും ഉണ്ടാകും. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ എന്നിവരുടെ കാര്യം ഉറപ്പായി. പാറക്കൽ അബ്ദുള്ള, PK ബഷീർ, KM ഷാജി, VE അബ്ദുൾ ഗഫൂർ, AKM അഷ്റഫ്, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരാണ് പരിഗണനയിൽ. തിങ്കളാഴ്ച അന്തിമ തീരുമാനമാവും. RSPയിൽ നിന്ന് ഷിബു ബേബി ജോൺ മന്ത്രിയാകും. തനിക്കൊപ്പം നിൽക്കുന്ന IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല എന്നിവരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്ന് ചെന്നിത്തല പറഞ്ഞു. ഷാനിമോൾ ഉസ്മാൻ, T സിദ്ദിഖ്, അൻവർ സാദത്ത് എന്നിവരിൽ ഒരാളെ പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. IC ബാലകൃഷ്ണൻ മന്ത്രിയാകുമെങ്കിൽ സിദ്ദിഖിന് സാധ്യതയില്ല. ലീഗിന്റെ മന്ത്രിമാരിൽ എറണാകുളത്ത് നിന്നുള്ള VE അബ്ദുൾ ഗഫൂർ ഉൾപ്പെട്ടേക്കും. അങ്ങനെ വന്നാൽ എറണാകുളത്ത് നിന്ന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മറ്റൊരാളെ കോൺഗ്രസ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കില്ല എന്നാണ് അറിയുന്നത്. അൻവർ സാദത്തിന്റെ സാധ്യത കുറയും. ഷാനിമോൾക്ക് സാധ്യത കൂടും. സണ്ണി ജോസഫിന് പുറമെ റോജി M ജോൺ, ചാണ്ടി ഉമ്മൻ, മാത്യു കുഴൽനാടൻ എന്നിവരാണ് കോൺഗ്രസ് മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള പേരുകൾ. ഇതുകൂടാതെ VT ബൽറാമുമുണ്ട്. സ്പീക്കർ, ചീഫ് വിപ്പ് പദവിയിലേക്ക് ആര് വരുമെന്നത് അനുസരിച്ചിരിക്കും ഇവരുടെ മന്ത്രിസ്ഥാനം. 7 MLA-മാരാണ് കേരള കോൺഗ്രസിനുള്ളത്. 5 MLA-മാർക്ക് 1 മന്ത്രി എന്നതാണ് മുന്നണിയുടെ സമവായം. 22 MLA-മാരുള്ള ലീഗിന് 5 മന്ത്രിസ്ഥാനം നൽകുന്നുണ്ട്. തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അവകാശമുണ്ട് എന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ വാദം. മോൻസ് ജോസഫ് മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. 1 മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമാണ് അവർക്ക് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തല, ധനവകുപ്പ് തുറമുഖം VD സതീശൻ, ഗതാഗതം CP ജോൺ, റവന്യൂ വകുപ്പ് സണ്ണി ജോസഫ്, എക്സൈസ് വകുപ്പ് M ലിജു, ആരോഗ്യവകുപ്പ് K മുരളീധരന് നൽകണമെന്നാണ് ചർച്ചയിൽ ഉള്ളത്. എന്നാലും ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പ് ലീഗ് കൈവശം വയ്ക്കുന്നതാണ് എങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്നു. കൃഷി വകുപ്പാണ് കേരള കോൺഗ്രസിന് നൽകാം എന്നറിയിച്ചിട്ടുള്ളത്. ജലവിഭവ വകുപ്പാണ് RSP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.